നീണ്ടൂർ പഞ്ചായത്തിലെ കൈപ്പുഴക്കരി പാടശേഖരത്തിലെ 130-ലധികം ഏക്കർ നിലത്തെ നെൽകൃഷിയാണ് വെള്ളം കയറി നാശത്തിന്റെ വക്കിലായത്. 2 മാസം മുൻപ് ഇവിടെ കൃഷി ഇറക്കിയ നെൽച്ചെടി വെള്ളം വറ്റിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് നശിച്ചിരുന്നു. തുടർന്ന് കർഷകർ ബാങ്കുകളിൽ നിന്നും മറ്റും പണം വായ്പയെടുത്താണ് രണ്ടാമത് കൃഷി ഇറക്കിയത്. പമ്പ് തകരാർ മൂലം പാടത്ത് വെള്ളം കെട്ടി നിന്ന് ഈ കൃഷിയും ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. 60-ലധികം കർഷകരാണ് സ്ഥലം പാട്ടത്തിനെടുത്തും അല്ലാതെയുമായി ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. കൃഷിക്കാരന് 1 ഏക്കറിനായിട്ട് 30,000 രൂപ താഴെ ഇപ്പോൾ മുടക്കുണ്ട്. അതായത് വെള്ളം കണ്ടടിക്കുന്നത്, മരുന്നടിക്കുന്നത്, ചെറിയ മരുന്നടിക്കുന്നത്, അങ്ങനെ ഞങ്ങൾ ഈ ചെറിയ ഒതളുകൾ അടയ്ക്കുക, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്ത് ഇത്രയും പൈസ മുടക്കിയാണിത്. നമ്മളിപ്പോൾ ഈ ആദ്യത്തെ പദ്ധതി എന്നെ സംബന്ധിച്ച് ഞാനും ഇതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ ഉണ്ടായിരുന്ന മാല വരെയും പണയം വെച്ചിട്ടാണ് നമ്മളിത് കൃഷി ഇറക്കിയത്. ആദ്യത്തെ കൃഷി മൊത്തം പോയി, പാടെ പോയി. രണ്ടാമത് ഞങ്ങൾ വീണ്ടും അതേപോലെ തന്നെ ഒന്നാമത് എത്രത്തോളം നമ്മൾ വിത്ത് വിതയ്ക്കണം അത്രയും വിത്ത് മേടിച്ചാണ് അടുത്ത് വിതച്ചിരിക്കുന്നത്. അടുത്ത് വിതച്ച് വിത മാറിയപ്പോൾ അടുത്ത മോട്ടറും കത്തിപ്പോയി. ആദ്യം ഒരു മോട്ടർ കേടായിപ്പോയി, അതുണ്ടാക്കി വന്ന് അടുത്ത മോട്ടർ ഇപ്പോൾ രണ്ടാമത് കത്തിയിരിക്കുക. അതും 50 HP മോട്ടർ തന്നെയാണ് കത്തിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമതും സാറ് കാണാപ്പോൾ വെള്ളം മൂടിക്കിടക്കുക. അതിനുശേഷം ഇപ്പോൾ വേറെ ഒരു 30-ൻ്റെ മോട്ടർ ഇവർ തന്നെ അഡീഷണൽ കൊണ്ടുവന്ന് വെച്ച് ഇപ്പോൾ വെള്ളം പറ്റിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഇത് സക്സസ്ഫുൾ ആകത്തില്ല. ഒരു വർഷം ഈ പാടശേഖരത്തിൽ നിന്ന് ശരാശരി 2600 ക്വിന്റൽ നെല്ലാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. 2018-ൽ പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിൽപ്പെടുത്തി പാടശേഖരത്തിന് ചുറ്റും ബണ്ട് നിർമ്മിക്കാൻ 2.5 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതേ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാടശേഖരത്തിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന സംരക്ഷണ കവചം പൊളിച്ചു മാറ്റുകയും ചെയ്തു. എന്നാൽ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പിടിവാശികൾ മൂലം പദ്ധതി നിന്നുപോയതായി കർഷകർ പറയുന്നു. തുടർന്ന് സർക്കാർ KLDC പദ്ധതി പ്രകാരം പാടത്ത് വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനായി 50 HP-യുടെ പമ്പ് സെറ്റ് അനുവദിച്ചു. എന്നാൽ സ്ഥാപിച്ച് 15 ദിവസം പിന്നിട്ടപ്പോഴേക്കും പമ്പ് സെറ്റ് പണിമുടക്കി. കർഷകർ മുൻകൈയെടുത്ത് പമ്പ് സെറ്റ് നന്നാക്കി. എന്നാൽ പാടശേഖരത്തിലേക്ക് വഴിയില്ലാത്തതിനാലും കനാലിൽ പോളയും പുല്ലും നിറഞ്ഞ് വള്ളം പോലും പോകാൻ പറ്റാത്തതിനാലും പമ്പ് സെറ്റ് തിരികെ എത്തിച്ച് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. പാടത്തെ വെള്ളക്കെട്ട് ഒരാഴ്ച കൂടി തുടർന്നാൽ 130 ഏക്കറിലെയും നെൽകൃഷി വീണ്ടും നശിക്കുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.